ഹലോ നമസ്കാരം. ഗ്രീൻ ഹ്യൂമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുതന്നതാണ് ഈ ഗപ്പീസിനെ. അതായത് ഒരുപാട് ഗപ്പീസ് ഉണ്ട്. പുള്ളിയുടെ വീട്ടിൽ ഗപ്പീസിനെ ഒഴിവാക്കുമ്പോൾ കുറച്ച് ഗപ്പീസ് ബാക്കി ഉണ്ടായിരുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുതന്നതാണ്. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇന്നൊരു വീഡിയോ, അതായത് ഗപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോണ്ട് നിർമ്മിച്ചുകൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഗപ്പീസും അതുപോലെ തന്നെ ഈ ഗപ്പിക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് നിർമ്മിച്ചെടുത്ത ഒരു പോണ്ടുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഗപ്പി പോണ്ട് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഷൈനോ ആണ് നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ചെടി നടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചെടിയൊന്നും കളയാണ്ട് മര്യാദക്ക് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടാകുമ്പോൾ നല്ല കിട്ടും. അപ്പോൾ നമ്മൾ സ്ഥലം ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയുള്ള കല്ലുകൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിച്ചു വാരി കളയണം. കാരണം നമ്മൾ ടാർപോളിൻ ഷീറ്റ് ഇട്ടിട്ടാണ് പോണ്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങനത്തെ കല്ലുകളൊക്കെ അടിച്ചു വാരി കളയണം. നമ്മുടെ പോണ്ടിൻ്റെ ഒരു കോർണറിൽ ചെറിയൊരു കുഴി പോലെ ആക്കുന്നത്. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊരു താമരക്കുളം അല്ലെങ്കിൽ ആമ്പൽ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കുഴി പോലെ ഒരു കോർണറിൽ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പോണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റ്. 9x9 സൈസുള്ള ഷീറ്റാണ്. 250 രൂപയാണ് നമുക്കിതിനായിട്ടുള്ളത്. നമ്മൾ കല്ല് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് ബാക്കിയുണ്ടായ കുറച്ച് ഓടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മളെത്ര കല്ല് അടിച്ച് കളഞ്ഞാലും കുറച്ചൊക്കെ മണ്ണിൻ്റെ ഷാർപ്നെസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഷീറ്റിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് പൂഴി നമ്മൾ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നും കൂടി നമ്മുടെ ടാർപോളിൻ ഷീറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പൂഴിയുടെ മുകളിൽ പഴയ പ്ലാസ്റ്റിക് ചാക്കുകൾ, അതുപോലെ തന്നെ പേപ്പറുകൾ, പിന്നെ പഴയ തുണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ടാർപോളിൻ ഷീറ്റിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കീറൽ വന്നാൽ തന്നെ നമ്മുടെ പോണ്ട് മുഴുവൻ നാശമായി പോകും. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും റിസ്ക് കുറച്ചിട്ട് ഇത്രയും സേഫ്റ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണം ഷീറ്റ് ഉള്ളിലേക്ക് വലിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് പുറത്തൊരു കുറ്റി അടിച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളിലേക്ക് അധികം പോകാണ്ടൊക്കെ. പിന്നെ നമ്മൾ ഉള്ളിലധികം സ്ഥലം ശരിയായി കൊടുക്കില്ല. കാരണം ഓൾറെഡി വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളത്തിന് ആവശ്യമുള്ള സ്ഥലം അത് വലിച്ചോളും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പോണ്ടിൽ വെള്ളം ഏകദേശം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ, ഗപ്പിക്ക് ആവശ്യമുള്ള ചെടികളൊന്നും നമ്മൾ പൈസ കൊടുത്ത് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതായത് കുളത്തിലും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളം, തോട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ കിട്ടും നമുക്ക്.
അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മുടെ പോണ്ട് നിർമ്മിക്കുന്നത്. എല്ലാം നാച്ചുറൽ സംഭവങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ കുളത്തിലേക്ക് പോവാം. ഇതാണ് നമ്മൾ കുളത്തുനിന്ന് കളക്ട് ചെയ്ത പായൽ, ഒരുതരം ചെടിയാണ്. ഇത് വെള്ളത്തിൽ തന്നെ വളരുന്നത്. അപ്പോൾ ഇതൊക്കെ ഗപ്പിക്ക് നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് ബാക്ടീരിയസ് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ ഗപ്പികളെ ടാങ്കിലേക്ക് ഇടുകയാണ്. നമ്മുടെ ടാങ്കിൻ്റെ പുറത്ത് കാണുന്ന ഷീറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഓട് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു അപ്പിയറൻസ് കുറച്ചും കൂടി നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.